അധികരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി വിസ്ഡം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് താജുദ്ദീൻ സലാഹിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഈയൊരു സന്ദർഭവും സമയവും നമുക്ക് അനുകൂലമാക്കി തന്ന റബ്ബിനെ ആത്മാർത്ഥമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഞാൻ ആമുഖങ്ങളില്ലാതെ വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് പ്രവേശിക്കാൻ, നമ്മുടെ മക്കളടക്കം നമ്മുടെ സമൂഹമടക്കം വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്നത് സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ പോയിന്റ് കൂടുതൽ ആഴത്തിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാനൊരു ഹോംവർക്കായിട്ട് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പോയിന്റ് തരികയാണ്. നമ്മുടെ ജീവിത വീക്ഷണങ്ങളും സമീപനങ്ങളുമൊക്കെ കഴിഞ്ഞൊരു 5 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് കാര്യമായി മാറിയിട്ടുണ്ടോ ഇല്ലേ എന്നതൊരു വിശകലനത്തിന് വിധേയമാക്കുന്നത് മറ്റാരുടെയോ മൂക്കയറിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാവാതിരിക്കാൻ നമുക്ക് ഏറെ ഉപകരിക്കും എന്നൊരു പോയിന്റാണ് ഞാൻ ആദ്യം ചേർത്ത് വെക്കുന്നത്. ജീവിതത്തിൽ ഒരു പ്രത്യേക പ്രായത്തിലെത്തുമ്പോൾ നമ്മുടെ കുട്ടികളെ മുടിയൊക്കെ അങ്ങോട്ട് വളരും. അവരെ വേഷത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങും. പലപ്പോഴും ഇത് അവൻ്റെ ഒരു മുടിയുടെ പ്രശ്നമായിട്ടാണ് നമ്മൾ ആകെ കാണുന്നത്. അവളുടെ വേഷത്തിന്റെ പ്രശ്നമായിട്ടാണ് നമ്മൾ ആകെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ കുടിയിരിക്കുന്നത് അവൻ്റെ ഹൃദയത്തിലാണ്, അവൻ്റെ മനസ്സിലാണ്, അവൻ്റെ നിലപാടിലാണ്. നമ്മൾ അവൻ്റെ മുടി വെട്ടിക്കുന്നു, ബാർബർ എടുത്തു പോയി നമ്മളൊരു സെക്യൂരിറ്റി ഓഫീസറായി നിന്ന് നമുക്ക് നമ്മുടെ താല്പര്യപ്രകാരം അവൻ്റെ മുടിയൊക്കെ ഷേപ്പ് ചെയ്ത് വരുന്നു. അതോടെ നമുക്ക് സമാധാനമായി. യഥാർത്ഥത്തിൽ അവൻ പെട്ട കെണിയിലേക്ക് അവൻ കൂടുതൽ ചാടുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ പറയും ഈ കോവിഡ് വന്നപ്പോൾ, കോവിഡ് കാലത്തോടുകൂടെ കുട്ടികളൊക്കെ കേടായി. അതാണ് സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയും. കാറ്റിൽ പറത്തി കുട്ടികൾ വേറൊരു തലത്തിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ പറയുന്നത്, നമ്മളിത് കുട്ടികളെ കുറിച്ചാണ് പറയാറെങ്കിലും നമ്മളടക്കമുള്ളവരുടെ ജീവിതത്തെ സമഗ്രമായി യഥാർത്ഥത്തിൽ ഇത്തരം ചില ചേഞ്ചുകൾ ബാധിച്ചിട്ടുണ്ട് എന്നത് വളരെ വസ്തുതാപരമായ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കയ്യിലെ സ്ക്രീൻ അതിശക്തമായി നമ്മെ മാറ്റിമറിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. സോഷ്യൽ മീഡിയ ഡെലീമ എന്ന പേരിൽ നെറ്റ്ഫ്ലിക്സിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടൊരു വീഡിയോ ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു സോഴ്സ് ഇവിടെ പറയുന്നത്, ഇംഗ്ലീഷൊക്കെ മനസ്സിലാകുന്ന ആളുകൾ ഒന്നെടുത്ത് കാണേണ്ട ഒരു സാധനമാണത്. ഇതിൽ ഫേസ്ബുക്ക് അടക്കമുള്ള ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് തുടക്കം കുറിച്ചവർ, അവർ തന്നെ അവരായി സ്ഥാപിച്ചതിൽ നിന്ന് രാജിവെച്ച് കുറ്റബോധത്തോടു കൂടെ പുറത്തു വന്ന് അവരുടെ ജീവിതത്തിലെ നീറുന്ന അനുഭവങ്ങൾ പങ്കുവെക്കുന്ന, ഞെട്ടിക്കുന്ന ചില വസ്തുതകളാണ് അതിൽ നമുക്ക് കാണാൻ പറ്റുക. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഫ്രീ ആയി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു പ്രൊഡക്റ്റാണ് എന്നാണ് ആ സോഷ്യൽ മീഡിയ ഡെലീമ എന്ന് പറയുന്ന ഡോക്യുമെന്ററി പറഞ്ഞു വെക്കുന്നത്. കറണ്ടിന് ബില്ലടക്കുന്നുണ്ട്, ഗ്യാസിന് ബില്ലടക്കുന്നുണ്ട്, ബാക്കിയെല്ലാം പെയ്ഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. യൂട്യൂബ് തൊട്ട് ഒക്കെ പൊതുവെ നമ്മൾ അതിൻ്റെ പെയ്ഡ് വേർഷൻ അല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഫ്രീ വേർഷനാണ്. അപ്പൊ ഈ ഫ്രീ വേർഷന്റെ മുന്നിലിരുന്ന് നമ്മൾ പ്രൊഡക്റ്റ് ആകുന്നത് എങ്ങനെയാണ്? മുന്നോട്ട് പോകുമ്പോൾ അതിൽ പറയുന്നു, ഇവിടുത്തെ യഥാർത്ഥ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ നിലപാടിലുള്ള ചേഞ്ചാണ്.
മനുഷ്യരെ ഫേസ്ബുക്കിൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി ഉദ്യോഗമായി ഏറ്റെടുക്കുകയും എങ്ങനെ പോയാലും അതിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള അൽഗോരിതങ്ങൾ സെറ്റ് ചെയ്യുകയും ചെയ്യുന്ന ചാർജിലുണ്ടായിരുന്ന വ്യക്തി ആ പോസ്റ്റിൽ നിന്ന് രാജിവെച്ചിട്ട് അയാൾ ലോകത്തോട് പറഞ്ഞത്, ഞാൻ ഉണ്ടാക്കി വെക്കുന്ന അൽഗോരിതങ്ങളിൽ ഞാൻ തന്നെ പെടുകയാണ്, എനിക്ക് എൻ്റെ കുട്ടികളെ ശ്രദ്ധിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ പറ്റുന്നില്ല. ഇപ്പൊ ഫോണ് എന്നത് വയസ്സായ ആളുകൾ മുതൽക്ക് കുട്ടികൾ വരെയുള്ളവരുടെ ഇടയിൽ ഇന്ന് ഒരു വലിയ പ്രതിസന്ധിയായി രൂപപ്പെട്ടിട്ടുണ്ട് എന്നത് നിഷേധിക്കാൻ കഴിയുന്ന എത്ര ആളുകൾ നമ്മളുടെ ഇടയിൽ ഉണ്ടാകും? കുട്ടികളുടെ ഫോൺ ഉപയോഗത്തെ കുറിച്ചായിരിക്കും നമുക്ക് പലപ്പോഴും കംപ്ലൈന്റ് ഉണ്ടാകുക. നമ്മളെപ്പറ്റി കംപ്ലൈന്റ് പറയാൻ ഒരാൾ വീട്ടിലുണ്ടാകുമ്പോൾ അതുണ്ടാക്കുന്ന അസ്വസ്ഥത വലുതായിരിക്കും. ഒന്നുകൂടി പറഞ്ഞാൽ, ആദരണീയനായ ആരിസ് മൗലവി അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗം പൂർണ്ണമായി മാറി പൂർണ്ണ ശമനത്തോടു കൂടെ പഴയതിലേറെ സജീവമായി നമ്മുടെ മുന്നിൽ ഇടപെടാനുള്ള തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം ഞാനൊരു ദിവസം പീസ് റേഡിയോയിൽ ഞങ്ങൾ ഒന്നിച്ചു ചെയ്യുന്ന ഒരു എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇന്നത്തെ വിഷയം എന്താണെന്ന് ഞങ്ങൾ രണ്ടാളും ഒറ്റ പോയിന്റ് ഒരേപോലെ ആലോചിച്ചൊരു ദിവസമായിരുന്നു അത്. മുതിർന്നവർക്കിടയിൽ ഫോൺ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പറയാമെന്നാണ്. അപ്പം അല്ലെ എന്താ അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്ന് വെച്ചപ്പോൾ അതേ 2-3 കാര്യം ഇങ്ങോട്ട് പറഞ്ഞു. സമാനമായ അനുഭവങ്ങൾ ആഴ്ച വ്യക്തിപരമായി എനിക്കും അനുഭവപ്പെട്ടിരുന്നു. ഞാൻ ഇതിവിടെ ഒരു ആമുഖമായി പറഞ്ഞു വെക്കുന്നത് എൻ്റെ വിഷയത്തിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമില്ല, നമ്മൾ ഇൻബിൽട്ടായിട്ട് ഓരോ ഫോണിലും, അഥവാ ഇപ്പോൾ ഓരോ ഫോണിലും നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മൾ എത്ര ഉപയോഗിക്കുന്നു, ഫോൺ എത്ര ഉപയോഗിക്കുന്നു എന്ന് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. ആ സംവിധാനം വെച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 6-7 മണിക്കൂറിൽ ചുരുങ്ങി അത് ഉപയോഗിക്കുന്നവർ വളരെ കുറവായിരിക്കും. അങ്ങനത്തെ ആളുകൾക്ക് അത്ര മണിക്കൂർ ഉപയോഗിക്കാത്തവരും ഉപയോഗിക്കുന്നവരും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. യഥാർത്ഥത്തിൽ വലിയ തോതിൽ നമ്മളെ ഇത് സ്വാധീനിക്കുന്നുണ്ട്. ആ സ്വാധീനങ്ങളെ നമ്മൾ എങ്ങനെ കാണണമെന്ന് വെച്ചാൽ, ഏറ്റവും ഒന്നാമത്തെ കാര്യം, അണുകുടുംബത്തിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അണുകുടുംബത്തിലേക്ക് ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാനും എൻ്റെ കെട്ടിയവനും ഒരു തട്ടാനൊന്ന് പണ്ട് ഏതോ ഒരു പെണ്ണ് പറഞ്ഞ ആ ഒരു ആപ്തവാക്യം അതേ അർത്ഥത്തിലേക്ക് ചുരുങ്ങാണ്. വലിയ സാമൂഹിക ബന്ധങ്ങളോ കുടുംബ ബന്ധങ്ങളോ ഒന്നും ഇല്ലാതെ വീട്ടിലുള്ളവർ തന്നെ ശരിയായ സംഭാഷണങ്ങൾ നടക്കാതെ പോകുന്നു. ഞാനിത് പറയുമ്പോൾ വേറെ ആർക്കും ഓർമ്മ വരരുത്, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വരണം. വാപ്പിയും ഉമ്മയായിട്ട് നമുക്ക് എത്ര നേരം സംസാരിക്കാൻ പറ്റുന്നുണ്ട്? ഇതൊക്കെ ഒഴിവാക്കി വെച്ചിട്ട് നമ്മളും നമ്മളെ മക്കളും തമ്മിൽ എത്ര സമയം സംസാരിക്കുന്നുണ്ട്? നമ്മളെ ഭാര്യയും തമ്മിൽ എത്ര സമയം സംസാരിക്കുന്നുണ്ട്? പണ്ടൊക്കെ ഒരു പെണ്ണിങ്ങനെ അടിച്ചോരിയിട്ട് അവിടേക്ക് എത്തും, മറ്റേ പെണ്ണിങ്ങനെ അടിച്ചോരിയിട്ട് ഇങ്ങനെ എത്തുന്ന ഒരു സ്ഥലമുണ്ട് അല്ലേ? നാട്ടും പുറത്ത് ഭാഷ പറഞ്ഞ ഒരു നമീമത്ത് കോർണർ ഉണ്ട്. അവിടെ പോലും ഇന്ന് സംസാരങ്ങളില്ല. പണ്ട് ഫ്ലാറ്റുകളിൽ ഉണ്ടായിരുന്നതിന് സമാനമായ ഒരു അവസ്ഥ ഈ കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു എന്നത് വളരെ അടിസ്ഥാനപരമായി നമ്മൾ കാണേണ്ട ഒന്നാണ്. അത് വളരെ ആഴത്തിൽ ഗ്രസിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും കല്യാണമോ മരണമോ മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രം കാണുന്നിടത്തേക്ക്, അല്ലാതെ ഒന്ന് പോയി കാണാനോ മറ്റോ പറ്റാത്തിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നത് വളരെ കൃത്യമായി പറഞ്ഞാൽ കുടുംബ സംവിധാനത്തിനെതിരിൽ കൃത്യമായി പടച്ചുവിടുന്ന അജണ്ടകളിൽ നമ്മൾ തന്നെ വീണു തുടങ്ങുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ എടുക്കണം. കല്യാണങ്ങളൊക്കെ പൊതുവേ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റപ്പെടുന്നു. അത് കല്യാണം നടത്താനുള്ള സൗകര്യത്തിനാണ്, ഞാൻ അതിനെതിരൊന്നുമല്ല. പക്ഷേ കൃത്യമായിട്ട് പ്രായം ചെന്ന ആളുകളുടെ അടുത്ത് പോയി ഇരിക്കുന്നു, അവരോട് സംസാരിക്കുന്നു, മക്കളെ നമ്മൾ കൂടെ വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം എത്രത്തോളം ഉണ്ട്? ഉപ്പാന്റെ ജ്യേഷ്ഠൻ അനിയൻ അങ്ങനത്തെ ബന്ധം, ഉമ്മാന്റെ അനിയത്തി അങ്ങനത്തെ ബന്ധം, ഇവിടെയൊക്കെ നമ്മൾ പോയിട്ട് എത്ര കാലായി എന്നത് ചിന്തിക്കുന്നിടത്ത് നിന്ന് യഥാർത്ഥത്തിൽ ഇത് കിട്ടും. സുഹൃത്തുക്കളെ, നമ്മുടെ ആരോഗ്യവും ദീർഘായുസ്സും ഒക്കെ കിട്ടാൻ രാവിലെ വ്യായാമത്തിനുമാണത്. ഈ വിധവാ പെൻഷനിൽ നിന്ന് എല്ലാ മാസവും 500 രൂപ അയക്കുന്ന ഒരു ഉമ്മയുണ്ട് എന്നത് ബോധ്യപ്പെട്ടപ്പോൾ അവരെ ഞാൻ പേഴ്സണലി വിളിച്ചു. ഇങ്ങനെ അയക്കേണ്ട സാഹചര്യം നമുക്കിപ്പോൾ അല്ല, പണ്ടുണ്ടായിരുന്നു. ഇപ്പം അൽഹംദുലില്ലാ നല്ല രീതിയിൽ പോണുണ്ട് എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞാൽ എന്താ അറിയോ? മൂപ്പരും ഞാനും ഒന്നിച്ച് കടന്ന് കേട്ടിരുന്നതാണ്. എല്ലാവരും ആദ്യമൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ടാകും, ഇപ്പം എല്ലാവരും പോയി, അവരൊക്കെ അവരുടെ ലോകത്താണ്. എനിക്കിപ്പോഴും ഇതേ ഉള്ളൂ, എൻ്റെ കൂട്ടിന് ഇതേ ഉള്ളൂ. അപ്പം ഞാൻ പറയുന്നത്, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ശക്തമായ സന്ദർശനങ്ങളും ഇടപെടലുകളും കൂട്ടിച്ചേർക്കലുകളും എൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കടമയാണെന്ത്? വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കുടുംബങ്ങളിലേക്ക് എന്നെ വിളിച്ചു കൊണ്ടുപോയി കണക്ട് ചെയ്ത് ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് അത് പലപ്പോഴും ഇല്ലാതെ പോകുന്നു എന്നത് നമ്മൾ കാണണം. ഇസ്ലാം അതിനെ വിശ്വാസവുമായി ചേർത്താണ് പറഞ്ഞത്.
അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവൻ കുടുംബബന്ധം പുലർത്തട്ടെ എന്നാണ്. മാത്രല്ല അത് ഇസ്ലാം പഠിപ്പിച്ചത് ഭൂമിയിൽ നിന്ന് തന്നെ ശിക്ഷ കിട്ടുന്ന കാര്യമാണ്. കുടുംബബന്ധത്തിൽ മുറിവേൽപ്പിക്കുന്നവന് അത് ഭൂമിയിൽ നിന്ന് തന്നെ ശിക്ഷ കിട്ടുന്ന കാര്യമാണെന്നാണ്. അതുകൊണ്ട് ഏതെങ്കിലും ബന്ധങ്ങൾ മുറിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഈ പരിപാടിയുടെ ആകാരവും ഇതിന്റെ സൗന്ദര്യവും ഇതിന്റെ ഭംഗിയും എന്ന് പറയുന്നത് നാളെ നേരം വെളുക്കുമ്പോ വണ്ടി സ്റ്റാർട്ടാക്കി അവിടെ പോയി സലാം പറഞ്ഞ് കാര്യങ്ങൾ തിരുത്താന്നുള്ളിടത്താണ്. കാരണം തന്റെയും തന്റെ സുഹൃത്തിന്റെയും ഇടയിൽ പിന്നെ വിദ്വേഷം അല്ലെങ്കിൽ ശത്രുതയുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തിങ്കളും വ്യാഴവും അവനിലേക്ക് ഇലൈഹി യസ്ഉദുൽ കലിമു ത്വയ്യിബ് അള്ളാഹുവിലേക്ക് സൽക്കർമ്മങ്ങൾ ഉയരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരിഗണിക്കുകയില്ല, ഉയർത്തുകയില്ല, അതവിടെ തടഞ്ഞു വെക്കും. ഹത്താ യസ്തലിഹ, അവർ തമ്മിലുള്ള ബന്ധം ശരിയാകുന്നതുവരെ അതൊരിക്കലും എടുക്കുകയില്ല എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവര് നമ്മൾ എത്ര നബിയെ ഇങ്ങോട്ട് നമ്മൾ അവിടെ എത്ര കുടുംബബന്ധം ചേർക്കാൻ ശ്രമിച്ചിട്ടും അവർ ചേരേണ്ടത് നബി എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താ അറിയോ, നീ അത് ചെയ്യുമ്പോഴൊക്കെ ഒരു മലക്കിന്റെ സഹായം, ഒരു മലക്കിന്റെ പിന്തുണ, പ്രാർത്ഥന നിനക്കുണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മൾ താഴോട്ടിറങ്ങാൻ തയ്യാറാകണം സഹോദരന്മാരെ. കുടുംബങ്ങൾ ഒന്നിച്ചിരിക്കുന്ന ഒരു സദസ്സിൽ ഗൗരവതരമായ ചർച്ചയ്ക്ക് വിധേയമാകണം. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് പിണങ്ങിയവരുണ്ടെങ്കിൽ അത് തീർക്കണം. ഒരാളുടെ മയ്യത്തിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ കുറ്റബോധമില്ലാതെ അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു എന്ന് പറയാൻ നമുക്ക് പറ്റണം. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ എന്ന് പറയാൻ നമുക്ക് പറ്റണം. അവിടെ ഇങ്ങനെ വിങ്ങി വിങ്ങി അത് ചെയ്യാമായിരുന്നു എന്ന് അപ്പോൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തരുത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, വലിയ പരുക്ക് ഇത് ആദ്യം പറഞ്ഞ പോയിന്റ് ഈ സോഷ്യൽ മീഡിയയും കുടുംബങ്ങൾക്കെതിരെയുള്ള കുടുംബ സംവിധാനത്തിനെതിരെയുള്ള അറ്റാക്കും അത്ര തന്നെ ബോധ്യപ്പെടാത്തവർക്ക് ഞാൻ പറയുന്ന രണ്ടാമത്തെ പോയിന്റ് കൂടുതൽ ബോധ്യപ്പെടും. രണ്ടാമത്തെ പോയിന്റ് എന്താ? കുടുംബ സംവിധാനം ഉണ്ടാകുന്നത് വിവാഹങ്ങളിൽ നിന്നാണ്. ആ വിവാഹങ്ങൾ ഇന്ന് ഒരു നെഗറ്റീവ് നരേഷൻ വിവാഹത്തിനെതിരെ കൊണ്ടുവരികയാണ്. കുട്ടികളുടെയൊക്കെ മനസ്സിൽ വിവാഹത്തോട് താല്പര്യമില്ല. വിവാഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കേൾക്കുമ്പോൾ തന്നെ അവരുടെ മുഖം വിവർണമാകും. അവൾ പറയും, അവൾ +2 കഴിഞ്ഞ് അവൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പറയുമ്പോൾ അവൾ പറയും ഡിഗ്രി കഴിയട്ടെ എന്നിട്ട് നോക്കാം. അത് കഴിയുമ്പോൾ ഡിഗ്രി കഴിയുമ്പോൾ പറയും ഞാൻ PG കഴിയട്ടെ എന്നിട്ട് നോക്കാം. PG കഴിയുമ്പോൾ പറയും എനിക്കൊരു ജോലിയാകട്ടെ എന്നിട്ട് നോക്കാം. ജോലിയാകുമ്പോൾ പറയും എൻ്റെ കാര്യമൊക്കെ എനിക്ക് കുറച്ചൊക്കെ തീരുമാനിക്കാനും മുന്നോട്ട് പോകാനും പറ്റും, ഞാൻ അങ്ങനെ ചെയ്തോളാം. അല്ലേ? ഇത് കുട്ടികൾ വെറുതെ ഉണ്ടായിരുന്നതല്ല. നമ്മൾ പലപ്പോഴും ഇൻസ്റ്റഗ്രാമിലുള്ള എത്ര ആൾ ഇവിടെ ഉണ്ടോ ഒന്ന് കൈബന്ധിക്കുക. ഇൻസ്റ്റഗ്രാമിലുള്ള ആളുകൾ, ഇൻസ്റ്റഗ്രാം എന്നുള്ള പ്ലാറ്റ്ഫോമിലുള്ള ആളുകൾ ഒന്ന് കൈബന്ധിക്കുക. ഇവിടെ വെറും 4 ആള് 5 ആള് 6 ആള് 7 ആള് കൂടെ 20 ആള്, അതിൻ്റെ അപ്പുറമല്ല. ഞാൻ ഇൻസ്റ്റഗ്രാമിലുണ്ട്, ഞാൻ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യലില്ല. എനിക്ക് 2000-ഓളം ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റഗ്രാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഒന്നുപോലും വികസിപ്പിക്കാൻ നോക്കിയിട്ടില്ല. എന്താ കാരണം എന്നറിയോ? ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായ പ്ലാറ്റ്ഫോമാണ്. സക്കർബർഗ് എന്ന് പറയുന്ന ഇതിന്റെ ഓണർ അമേരിക്കയിലെ കുറ്റവിചാരണ സമിതിക്ക് മുന്നിൽ മാപ്പ് പറയുന്ന, ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്ത കുട്ടികളുടെ മാതാപിതാക്കൾ ഇങ്ങനെ ഞങ്ങളുടെ കുട്ടികളെ തിരിച്ചു തരൂവെന്ന് പ്ലക്കാർഡ് ഉയർത്തി അയാളെ വിചാരണ ചെയ്യുന്നിടത്ത് ശബ്ദമുയർത്തുമ്പോൾ തിരിഞ്ഞു നിന്നിട്ട് അയാൾ മാപ്പ് പറയുന്ന രംഗം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പേര് പോലും അറിയാത്ത, പേര് പറഞ്ഞാൽ അതിലേക്ക് പ്രവേശിക്കുമോ എന്ന് ഭയക്കുന്ന ധാരാളം പ്ലാറ്റ്ഫോമുകളുണ്ട്. ആ പ്ലാറ്റ്ഫോമുകൾ മുഴുവൻ ക്യാമ്പയിൻ ചെയ്യുന്നത് എന്താണ്? വിവാഹത്തിനെതിരെയുള്ള തെറ്റായ നരേഷനുകളാണ്. അല്ലെ? എന്താ? ഒരു ട്രോളാണ്. ഖബറിന്റെ അടുത്ത് പോയിരുന്നിട്ട് ഭാര്യ പറയാണ്, ഖബറിന്റെ അടുത്ത് പോയിരുന്നിട്ട് ഭാര്യ എന്ന് പറഞ്ഞ ആളെ ഭർത്താവിന് പരിചയപ്പെടുത്തി കൊടുക്കുക. എന്താ പറയണത്? നമ്മളെ മോന് ബാഗ് വേണം, അവന് ഷൂസ് വേണം, മറ്റേ മോന് ഫോൺ വേണം, മോൾക്ക് ഇന്ന സാധനങ്ങൾ വേണം, എനിക്ക് സ്വർണ്ണാഭരണം വേണം. അപ്പൊ ഖബറിലുള്ള ഭർത്താവ് ട്രോളിലുള്ളതാണ് കേട്ടോ, ആരും ക്ലിപ്പാക്കാൻ നടക്കണ്ട, ട്രോളിലുള്ളതാണ്, ഒരു കഥയായിട്ട് അവതരിപ്പിക്കുകയാണ്. ഖബറിലുള്ള ഭർത്താവ് പറയാ, ഞാൻ ഖബർക്കാ പോകുന്ന ദുബൈക്കല്ല. എന്നിട്ട് ഇതിന്റെ താഴെ മുഴുവൻ ഭാര്യ എന്നുള്ള ഒരു ഭാര്യപദം എന്നുള്ളതിനെതിരെയുള്ള അറ്റാക്കുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വിവാഹം വേണ്ട എന്നൊരു നരേഷനിലേക്ക് എത്തുന്നു. ഇങ്ങനെ വിവാഹം വേണ്ടാത്തതിന്റെ കാരണങ്ങളായി പഠിപ്പിക്കുന്ന വിഷയങ്ങൾ വാപ്പാന്റെയും ഉമ്മാന്റെയും ജീവിതത്തിൽ നിന്ന് ഈ കുട്ടി കാണുന്നു. എല്ലാ സ്വാതന്ത്ര്യം തീരും, ഭയങ്കര ഇടങ്ങേറാക്കലായിരിക്കും. ഇത്താത്താന്റെ ജീവിതത്തിൽ നിന്ന് കാണുന്നു. ഇത്താത്ത ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വന്നാൽ പിന്നെ കരഞ്ഞിരിക്കണതാ കാണുന്നത്. എന്താ? താത്ത വന്ന് പറയാണ്, അടുക്കളയിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ ആ ഉണ്ടാക്കിയതിനെ കുറിച്ച് ഒരു പോസിറ്റീവ് പറയില്ല എന്ന് മാത്രമല്ല, ഒരു സ്വാതന്ത്ര്യം അവിടെ തരൂല.
കുറ്റപ്പെടുത്തലുകൾ മാത്രം. നമ്മുടെ ജനറേഷൻ മാറിയതറിയാത്ത ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അവർ ടെക്സ്റ്റ് ബുക്കിൽ നിന്നത് പഠിക്കുന്നു, അവർ ടൈം ലൈനുകളിൽ നിന്നത് പഠിക്കുന്നു, അവർ ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് പഠിക്കുന്നു, അവർ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് പഠിക്കുന്നു. പുതിയ കാലത്തെ വായിക്കാതെ കുട്ടികളോട് സംസാരിക്കുന്ന രക്ഷിതാക്കൾ അവരുടെ മക്കളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്വാതന്ത്ര്യവും വിവാഹ ജീവിതത്തിൽ ഇല്ല എന്നാണ് പഠിപ്പിക്കുക. അപ്പൊ ഇത്താത്ത ഒരു സൽക്കാരത്തിന് വരാൻ വേണ്ടി ചോദിച്ചിട്ട് അനുവാദം കിട്ടാതെ ഇത്താത്ത അനിയത്തിനോട് പറഞ്ഞതൊക്കെ കൂടെ അനിയത്തി നെഞ്ചത്തേക്ക് എടുത്തു നോക്കുമ്പോൾ ഭയം തുടങ്ങുകയാണ്, അല്ലേ? അതുകൊണ്ട് കുടുംബ വീട്ടിന്റെ ഉള്ളിൽ ശക്തമായ എഡിറ്റിങ്ങുകൾ പ്രിയപ്പെട്ടവരെ ഈ ഒരു വിഷയത്തിൽ ആവശ്യമുണ്ട് എന്ന് നമുക്ക് പറയാം. ഞാനിനി പെൺകുട്ടികളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്തുകൊണ്ട് വിവാഹം വേണമെന്നതിന് 7 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം വിവാഹം എന്നത് നമ്മുടെ കേവലം ഒരു ചോയ്സ് അല്ല, ഒരു വ്യക്തിയുടെ ദീനിന്റെ പൂർത്തീകരണമാണത്. മൻ തസവ്വജ ഫഖദ് ഇസ്തക്മല നിസ്ഫ ദീനിഹി. ഒരാൾ വിവാഹം കഴിക്കുമ്പോഴാണ് അയാളുടെ ദീനിന്റെ പകുതി പൂർത്തിയാകുന്നത്. ഫല്ലത്തഖില്ലാഹ ഫിന്നിസ്ഫിൽ ബാഖി. അതുകൊണ്ട് പിന്നീട് അവന്റെ ബാക്കി പരിരക്ഷിച്ചാൽ മതി. പകുതി പൂർത്തിയായി. എന്താ പകുതി പൂർത്തിയായി എന്ന് പറയാനുള്ള കാരണം? മനുഷ്യൻ നരകത്തിലേക്ക് എത്തുന്ന മുഖ്യമായ കാരണങ്ങൾ അവന്റെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലകളുണ്ട്. ആ മേഖലകളിൽ അഗൾദുലിൽ ബസർ വഹ്സനുലിൽ ഫർജ്, അവന്റെ കണ്ണിനെ അത് അടക്കി നിർത്തുകയും അവന്റെ ലൈംഗിക വികാരങ്ങൾ അത് നിയന്ത്രിക്കുകയും ചെയ്യും. വിവാഹം വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികൾ തന്നെ, ആൺകുട്ടികൾ തന്നെ, അവർ മറുപക്ഷത്ത് മറ്റു പലരുമായി ചാറ്റിങ്ങിലാണ്. പലപ്പോഴും അവരുടെ ഈമാനികമായ ഒരു ശക്തി കൊണ്ട് ചാറ്റിങ്ങിൽ ഏർപ്പെടാത്തവരും. ഈ കഴിഞ്ഞ ദിവസം ഏകദേശം 100 കുട്ടികൾ പങ്കെടുത്ത ഒരു പരിപാടിയിൽ വെച്ച് ഞാൻ ചോദിച്ചു, ഒരു പുരുഷനോടെങ്കിലും ക്രഷ് അനുഭവിക്കാത്ത ഒരാളെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 2 കുട്ടികൾ കൈവന്തിച്ചു. ഒന്ന് 6ാം ക്ലാസ്സിലെ കുട്ടിയും 2 8ാം ക്ലാസ്സിലെ കുട്ടിയും. ബാക്കി മുഴുവൻ ആളുകളും സത്യസന്ധമായ ആൻസർ പറഞ്ഞു. ഞാനും അവരും തമ്മിലുള്ള സംഭാഷണം തുടങ്ങിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ എന്നോട് സത്യമേ പറയാവൂ എന്നായിരുന്നു. റെക്കോർഡിംഗ് ഇല്ല, ക്യാമറ അല്ല, ഒന്നുമില്ല. നിങ്ങളെ മാതാപിതാക്കൾ ആരും ഇവിടെ അല്ല, ഉണ്ടായിരുന്നവരെ പറഞ്ഞേച്ചു. എന്നിട്ട് തുടങ്ങിയപ്പോൾ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കെ വേണ്ട എന്ന് പറയുന്നിടത്ത് പ്രശ്നങ്ങളുണ്ട്. ഇനി ഇത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മതപരമായ നിർബന്ധമാണ്. രണ്ടാമത്തെ കാര്യം, യഥാർത്ഥ മനഃശാന്തിയും സമാധാനവും ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് കുടുംബജീവിതത്തിലൂടെയാണ്. കുടുംബജീവിതത്തിന്റെ വക്രീകരിക്കപ്പെട്ട മേഖലകളെ മീഡിയകൾ കാണിക്കുന്നുള്ളൂ. കുടുംബജീവിതത്തിന്റെ ഡൈവോഴ്സിന്റെ കാര്യങ്ങളെ കാണിക്കുന്നുള്ളൂ. കുടുംബ കോടതി കയറുന്നത് മീഡിയക്കും സോഷ്യൽ മീഡിയക്കും സിനിമക്കും വിഷയമാകുന്നുള്ളൂ. ഇനി പ്രണയമാണെങ്കിലോ അഫയർ മാരേജുകളാണ് നല്ലത്, അറേഞ്ച്ഡ് മാരേജുകളല്ല നല്ലത് എന്ന് ക്യാമ്പയിൻ ചെയ്യുന്നവർ. അഫയർ മാരേജുകൾ, പ്രണയങ്ങൾ, അതിൽ ഇങ്ങനെ കൊത്തിനുറുക്കി ബാഗിലാക്കി കായലുകളിൽ എറിയുന്ന കഥകൾ, അത് കേവലം മിനിറ്റുകളുടെ ബ്രോഡ്കാസ്റ്റിംഗിൽ അവസാനിക്കും, അല്ലെ? മുഖത്തേക്ക് ആസിഡ് ഒഴിച്ചത് കേവലം വാർത്തയായി അവസാനിക്കും. അതിൽ പിന്നെ ഫോളോ അപ്പുകളില്ല. എന്നാലോ ദാമ്പത്യ ജീവിതം തകർന്നതിന്റെ കഥ പറയാൻ കഥയില്ലത് ജീവിതങ്ങൾ എന്നത് ക്യാമ്പയിനായി മീഡിയ കൊണ്ടു നടക്കുകയാണ്. അതുകൊണ്ട് ജീവിക്കാത്ത പെൺകുട്ടികളോട് നാം പറയുന്നു, വിശുദ്ധ ഖുർആൻ ഇതിനെ പരിചയപ്പെടുത്തിയത് വമിന്നായാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. എന്തിനാ വിവാഹം ഏർപ്പെടുത്തിയത്? ശരിക്ക് പ്രണയിക്കാനാണ്. മവദ്ദതൻ വറഹ്മ, കാരുണ്യവും സ്നേഹവും അത് ഇഷ്ടം പോലെ പ്രകടിപ്പിക്കാനാണ് എന്നാണ്. എത്ര ദാമ്പത്യങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ, നമുക്കറിയുന്ന എത്ര ദാമ്പത്യങ്ങളുണ്ട്. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, ഒരുപക്ഷെ 2 വരി ഞാൻ കൂട്ടിപ്പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് പരിചയമുള്ളൊരു സുഹൃത്ത്. അദ്ദേഹം നീണ്ട 3 വർഷമാണ് അദ്ദേഹം ശ്വാസം നിലക്കാതെ കോമാ സ്റ്റേജിൽ കടന്നത്. കോമാ സ്റ്റേജിൽ കിടക്കുമ്പോ കളിപ്പാട്ടവും കൊണ്ട് കളിക്കുന്ന കുട്ടി ഇതാരാണെന്ന് ചോദിക്കുന്നുണ്ട്. വളർന്നു വരുന്ന കുഞ്ഞിതാരാണെന്ന് ചോദിക്കുന്നുണ്ട്. സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും എല്ലാവരും ഉണ്ടായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു പെണ്ണ് തനിച്ചായി. തന്റെ ഭർത്താവ് മരിച്ചോ ഇല്ലയോ എന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് മൂക്കത്ത് വിരൽ വെച്ച് ആ ശ്വാസം നിലച്ചിട്ടില്ലെന്ന് അറിയുമ്പോൾ മെല്ലിച്ച് ട്യൂബ് ഫീഡിങ്ങിന് മാത്രം വിധേയമായി വായുവിലൂടെ ഭക്ഷണം കൊടുക്കാത്ത അവസ്ഥയിൽ മെല്ലിച്ച് ഇല്ലാതെയാകുന്ന ഭർത്താവിനെ അമർത്തി ചുംബിച്ച് ആ ഭർത്താവിനോടുള്ള പൂർണ്ണമായ പ്രണയം പ്രകടിപ്പിക്കുന്ന ഒരു പെണ്ണ് അവിടെ അനുഭവിക്കുന്ന ഒരു ആസ്വാദനത്തിന്റെ ലോകമുണ്ട്.
അത് ദീന് പറയുന്ന റഹ്മത്തും മവദ്ദത്തും കിട്ടണമെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. ദീന് പറയുന്ന മവദ്ദത്തും റഹ്മത്തും 90-ാം വയസ്സിലും കിട്ടും. നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾ ഏതെങ്കിലും ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിന്റെ മിന്നിത്തിളങ്ങുന്ന മനോഹരമായി അലങ്കരിക്കപ്പെട്ട ബെഡിലല്ലെങ്കിലും, ലോകസുന്ദരിയുടെ കൂടെയല്ലെങ്കിലും, കറുത്തുമെല്ലിച്ച ഒരു കണ്ണു മാത്രമല്ല ഒറ്റക്കണ്ണിയായ പെണ്ണിന്റെ കൂടെയാണെങ്കിലും, ശരീരത്തിലെ ഒരു ഭാഗം മുഴുവൻ തളർന്ന ഒരു മനുഷ്യന്റെ കൂടെയാണെങ്കിലും, ഇസ്ലാം നിശ്ചയിച്ച മവദ്ദത്തിന്റെയും റഹ്മത്തിന്റെയും വഴിയിൽ സഞ്ചരിക്കുന്നവർ, അവർ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിലും ഒക്കെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്വാസം തരുന്നത് പോലെ, ജീവൻ തരുന്നത് പോലെ, രക്തം തരുന്നത് പോലെ റബ്ബ് നൽകുന്ന ഒരു വല്ലാത്ത സമ്മാനമാണ്. അത് കിട്ടാൻ ഒന്നാമത് വേണ്ടത് ആഴമുള്ള പ്രാർത്ഥനയാണ്. എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്, പടച്ചോനെ എന്റെയും എൻ്റെ ഭർത്താവിൻ്റെയും എന്റെയും എൻ്റെ പെണ്ണിൻ്റെയും ഞങ്ങൾ മാത്രം തനിച്ചാകുന്ന ഇടങ്ങളിലെ നിമിഷങ്ങൾക്ക് നീ ലോകത്തെ ഏറ്റവും നീ നിശ്ചയിച്ച സന്തോഷത്തിന്റെ പരമാവധിയെ തരണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? 2, ഞാൻ ചോദിക്കട്ടെ, അങ്ങാടിയിൽ നിന്ന് ഭക്ഷണമൊക്കെ നന്നായി കഴിച്ച് വയറ് നിറച്ച് വരുന്ന ഒരാൾക്ക് ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം അതെത്ര വ്യത്യസ്തമായ ഫുഡാണെങ്കിലും അതിലുള്ള രുചി വളരെ ചെറുതായിരിക്കും. എന്നാൽ ഭാര്യ അവിടെ ഒരു ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വിശപ്പൊക്കെ ഉണ്ട്. ആ കുപ്പിവെള്ളത്തിൽ നിന്ന് പകുതി കുടിച്ച്, അല്ലേ, ആ കുപ്പിവെള്ളത്തിൽ നിന്ന് പകുതി കുടിച്ച് വീട് വരെ എത്താനുള്ള സമയം വാച്ചിലേക്കൊന്ന് നോക്കി അവളുണ്ടാക്കിയ ആ ഭക്ഷണത്തിലേക്ക് എത്തുമ്പോ വിശന്ന വയറിൽ ഭക്ഷണം കഴിക്കുന്നവന് കിട്ടുന്ന ആസ്വാദനം, ആ രുചി എത്ര വലുതായിരിക്കും. ഇത് അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോ അവിടെ ഒരു പെണ്ണിന്റെ ഒരാണിന് ആകർഷണീയത ഉണ്ടാക്കുന്ന ഭാഗമൊക്കെ കണ്ട്, പിന്നീട് ഫോണിലേക്ക് നോക്കിയപ്പോ അതും കണ്ട്, ഇതൊക്കെ കാണുമ്പോ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ പ്രത്യക്ഷമാകുമ്പോ അവിടെ ഒരു ഹോർമോണിക് പ്രക്രിയ നടക്കുന്നുണ്ട്, അവിടെ ഒരു ആസ്വാദനമുണ്ട്, അവിടെ ഒരു ഇസ്തിംതാഉണ്ട്. സ്വാഭാവികമായും ആ ആസ്വാദനം അയാൾക്ക് അയാളുടെ ഭാര്യയുടെ അടുത്ത്, ഭാര്യയുടെ ശരീരത്തിൽ ചെയ്തു തീർക്കാനുള്ളത് റോട്ടിലും വഴിയിലും ബസ്സിലും ലോറിയിലും തൊട്ടും തൊടാതെയും നോക്കിയും നോക്കാതെയും കത്തിച്ചു തീർത്തിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ അതുണ്ടാകൂല. വയറ് നിറയെ ഭക്ഷണം കഴിച്ചവനെ പോലെ ആയിരിക്കും. കണ്ണിന് കാഴ്ചക്ക് പരിധിയുള്ളതുപോലെ, കയ്യിൽ പൊക്കാൻ പരിധിയുള്ളതുപോലെ ഒരാളുടെ ലൈംഗികതയുടെ ശേഷിക്കും ആസ്വാദനത്തിന്റെ അർത്ഥത്തിനും പരിധിയുണ്ട്. ആ പരിധിയെ കിട്ടുള്ളൂ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ പെരുമാറ്റവും സ്വഭാവവും പ്രധാനമാണ്. ഭർത്താവ് കയറി വരുന്നിടത്ത് 2-3 രീതിയിൽ സ്വീകരിക്കാം. വൈകിയെത്തിയ ഭർത്താവിനെ മൈൻഡ് ചെയ്യാതിരിക്കാം, അല്ലേ? ഒരു സുഹൃത്തിന്റെ വീട് കൂടിയപ്പോ വീട് കൂടലിന് അദ്ദേഹം ഭയങ്കര നിർബന്ധിച്ച് ക്ഷണിച്ചു. ഒരു നിലക്കും നിർബന്ധിക്കാൻ പാടില്ലാത്തത്ര നിർബന്ധം. അപ്പൊ പോയപ്പോ പുതിയ വീട്ടിന്റെ വരാന്തയിൽ അദ്ദേഹം ഒരു സോഫ കാണിച്ചു തന്നു. ഈ സോഫ ഞങ്ങളെ വാടക വീട്ടിലെ സോഫയായിരുന്നു. യോഗം കഴിഞ്ഞ് ഞാൻ വന്ന് അതില കിടക്കുക, അവൾ എനിക്ക് തുറന്നു തരൂല. പുതിയൊരു വീട് ഞാൻ കടം വാങ്ങി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് നിങ്ങൾ അവരോടൊന്ന് സംസാരിക്കണം, എനിക്ക് ആ ഒരു ഗതി ഉണ്ടാകരുതെന്ന് സംസാരിക്കണം. ഞെട്ടിപ്പോയി. ഒരു ഇസ്ലാം സ്വീകരിച്ച കുട്ടിയാണ് അവരെടുത്ത് ഈ വിഷയങ്ങളൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു പൊട്ടിക്കരഞ്ഞു. ഭർത്താവ് ഇതൊന്നും ഷെയർ ചെയ്തിട്ടില്ല. എന്താ യോഗത്തിൽ നടക്കുന്നത്, എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉണ്ടാകുന്നത്, അല്ലേ? ഭാര്യ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും, കക്കാട് പ്രൊജക്ട് വരുന്നുണ്ട്. എന്താ കക്കാട് പ്രൊജക്ട്, എന്തൊക്കെ അവിടെ നമ്മളെ പ്ലാന്, എന്തൊക്കെ ഇതിന്റെ കൂലി, ഇത് മുഴുവൻ അറിഞ്ഞാൽ നമ്മളറിയാതെ അവർ ഊരിത്തരും, ഒരു വള ഊരിയിട്ട് കയ്യിലേൽപ്പിക്കും, ഇത് കൊടുത്തളിയുന്നു, അല്ലേ? ഭർത്താവ് ഒരു വരിയും കൂടിയും പറയാ, നീ മരിച്ചാൽ ഇതൊക്കെ സോപ്പിട്ടിട്ട് ഊരും, എന്നിട്ട് എടുക്കും, ഇത് എന്തൊക്കെ ഉപയോഗിക്കുമെന്നൊന്നും അറിയില്ല എന്നും കൂടി പറഞ്ഞാൽ ഉറപ്പായിട്ടുണ്ടാകും. ഇങ്ങനത്തെ ഷെയറിങ്ങുകളൊന്നും സംഭവിക്കണില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഇത്തരം ഷെയറിങ്ങുകളൊക്കെ ഉള്ള ഒരു ദാമ്പത്യം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ആസ്വാദനമാണ്. 3 കിഡ്നി രോഗികൾ ഉള്ളൊരു ആശുപത്രിയിലേക്ക് ആദ്യത്തെ കിഡ്നി രോഗിയുടെ ഭർത്താവ്, ആദ്യത്തെ കിഡ്നി രോഗിയുടെ ഭാര്യ വിവാഹം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ മാത്രമായതുകൊണ്ട് ഇനി ഈ കിഡ്നി രോഗി തിരിച്ചു വരില്ല, അല്ലെങ്കിൽ തിരിച്ചു വന്നാലും ലൈംഗിക ശേഷിക്ക് പരിമിതികൾ ഉണ്ടാകും എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ ആ കുടുംബം അവരെ ത്വലാഖ് നിർബന്ധപൂർവ്വം വാങ്ങിച്ചു കൊണ്ടുപോയി. അവൾ ഒരിക്കലും മനസ്സോട് അവിടുന്ന് ഇറങ്ങി. ഇതറിഞ്ഞപ്പോ ആ മനുഷ്യൻ മരണപ്പെട്ടുപോയി. രണ്ടാമത്തെ കിഡ്നി രോഗി അയാളുടെ ഭാര്യ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നറിഞ്ഞപ്പോ അയാളും പിന്നീട് മരണത്തിന് കീഴടങ്ങി. ഇത് രണ്ടും അറിഞ്ഞു. മൂന്നാമത്തെ കിഡ്നി രോഗി ചോദിച്ചു, എനിക്കും നിങ്ങൾക്കൊക്കെ അറിയണേ, കോമണായി നമുക്ക് പലർക്കും അറിയുന്ന ഒരു സുഹൃത്ത്, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിച്ചു, അവർ രണ്ടാളും പോയി, നിനക്കിങ്ങനത്തെ ആശങ്കയൊന്നുമില്ലേ, നീ പോണില്ലേ എന്ന് ചോദിച്ചപ്പോഴേ, വിവാഹത്തെ ഭയക്കുന്ന പെൺകുട്ടികളോട് ഞാൻ പറയാണ്, നിങ്ങളെ ലൈംഗികമായ ആസ്വാദനം എനിക്ക് വേണ്ട. നമ്മളെ ബെഡ്റൂമിൽ നിങ്ങൾക്ക് ശ്വാസവും ജീവനുമുള്ള ഒരാളായി ഈ കുട്ടികളൊക്കെ വളർന്നു വരുന്നത്ര കാലങ്ങൾ ഉണ്ടായാൽ മതി. നിങ്ങൾ അവിടെ ഉണ്ട് എന്നത് എനിക്കൊരു ധൈര്യമാണ്.
ഇതെവിടെ നിന്നുണ്ടാകണ സുഹൃത്തുക്കളെ? ഇതിനെയാണ് മവദ്ദത്ത് റഹ്മത്ത് എന്നൊക്കെ പറയുന്നത്. തളർന്നുറങ്ങുന്ന ഭർത്താവ് വായെങ്ങനെ കോടിക്കിടക്കുന്ന വായിലേക്ക് കഞ്ഞി കോരി കൊടുക്കുന്ന ഭാര്യയോട് പറഞ്ഞാൽ പൂർത്തിയാകാത്ത വരികളിൽ മൂപ്പര് ചോദിച്ചു, ഞാനും നീ ഒന്നിച്ചുറങ്ങിയിട്ട് എത്ര കാലായി? നിനക്ക് സങ്കടമല്ലേടി എന്ന് ചോദിച്ചപ്പോ, ഞാനും നിങ്ങളും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെക്കാൾ നിങ്ങളുടെ വായിലേക്ക് കഞ്ഞു കോരിത്തരുമ്പോ എനിക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്, അത് മതി എനിക്ക്. ഇതൊന്നും സിനിമാ സെറ്റിൽ നിന്ന് ഷൂട്ട് ചെയ്യപ്പെട്ട ആരോ എഴുതി കൊടുത്ത കമന്റുകൾ ആവർത്തിച്ചു പറയുന്ന, കാണാതെ പഠിച്ച് ആവർത്തിച്ചു പറയുന്ന, അതിന്റെ പിന്നിൽ നമ്പരങ്ങളുടെ BGMകൾ ചേർത്ത് സമൂഹത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു റീലിൽ നിന്നും കുട്ടികളെ നിങ്ങൾക്ക് കിട്ടില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം. വിവാഹത്തെ താല്പര്യപ്പെടാത്തവരോട് ഞാൻ മൂന്നാമത് പറയുന്നു, യഥാർത്ഥ തവക്കുൽ വിവാഹത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. എന്താ, ഞാൻ അങ്ങനെയാണ് ജീവിച്ചു പോയിക്കോളും. കാർക്കി ചുത്തുപ്പുന്ന കഫത്തിൽ ബ്ലഡ് കണ്ടു തുടങ്ങുന്നിടത്ത് ഒരാളെ ആവശ്യമുണ്ട്. ഉപ്പയോ ഉമ്മയോ മരിച്ചാൽ ഉപ്പറ്റക്കുള്ള റൂമിൽ, ഉപ്പ തനിച്ചുറങ്ങുന്ന റൂമിൽ വാപ്പ ഉമ്മയുള്ള കാലത്തെക്കാളും വലിയ ഡീപ്പായ ഒരു വേദന അനുഭവിക്കുന്നുണ്ടെന്ന് മക്കൾ മനസ്സിലാക്കണം. അവര് ചിലപ്പോ വയസ്സായപ്പോ 2 ബെഡിലൊക്കെ ആയിരിക്കും ഉറങ്ങണത്. നമ്മൾ വിചാരിക്കും അവർ തമ്മിൽ ഹൃദയത്തിന്റെ ബന്ധമില്ലെന്ന്. അവർ തമ്മിൽ ആഴമുള്ള ഹൃദയത്തിന്റെ ബന്ധമുണ്ട്. അവർ തമ്മിൽ ഒരിക്കലും വിവരിക്കാൻ കഴിയാത്ത ഹൃദയത്തിന്റെ ബന്ധമുണ്ട്. ഒരു കാരണോല് റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്ന് മക്കൾ പറയാണ്. ഇറങ്ങിയാ മൂപ്പര് പള്ളിക്ക് പോയിരിക്കാണ് എന്ന് പറയാണ്, മാസങ്ങൾ കഴിഞ്ഞിട്ടും. അപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാചകണ്ട്, ഞാനെന്നും ചൂടാകും, അവളൊന്നും പ്രതികരിക്കില്ല. ഈ മരിക്കണ അന്ന് ഞാൻ അവിടെ വന്ന് ഇരുന്ന് ഞാൻ അവളോട് ഉച്ചക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായ ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു, ഉച്ചക്ക് കട്ടൻ ചായ? ഞാൻ അവിടെ നല്ല ചോറും പയറും നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞതൻ കേട്ടാ മതിച്ച് എന്ന് പറഞ്ഞപ്പോ, അതെന്നല്ലേ ഞാൻ എപ്പോഴും ചെയ്യലെന്ന് പറഞ്ഞ അവള് ചായ ഉണ്ടാക്കാൻ പോയതാ. പക്ഷേ വരാത്തത് കണ്ടപ്പോ ഉള്ളിൽ കുറച്ചൊരു ദേഷ്യത്തോടു കൂടെ ഞാൻ ചെന്ന് നോക്കുമ്പോ, മൗലവി മരിച്ചു കിടക്കാണ്, അവള് മരിച്ചു കിടക്കാണ്, ചായ അവിടെ തിളക്കനുണ്ട് അല്ലേ. അവള് ജയിച്ചു, ഞാൻ തോറ്റു, ഞാൻ ഇസ്തിഗ്ഫാറിലാണ്. മക്കളോട് പറയും, അവളുടെ ഖബർ അവിടെ ഉണ്ടല്ലോ, എനിക്കൊരു സമാധാനം. ഇവിടേക്ക് എത്തരുത്, ഇവിടേക്ക് എത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നോക്കൂ നിങ്ങൾ, ഈ തവനൂരിൽ മുമ്പൊരിക്കെ നമ്മളെല്ലാവരുടെയും പീസ് റേഡിയോന്റെ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. പോയ സമയത്ത് അവിടെ ഒത്തുകൂടിയിരുന്ന അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ, സ്ത്രീകളൊക്കെ പറഞ്ഞെന്താ അറിയോ, പല കാരണങ്ങളാൽ വിവാഹം കഴിക്കാത്തവരാണ് അവര്. അവസാനം അവരെ സംരക്ഷിക്കാൻ ആളില്ലാതെ ഈ ചോരത്തളപ്പൊക്കെ അവസാനിക്കും. കുട്ടികളെ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ സുരക്ഷിതമായ ഒരാളിലേക്ക് എത്താൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയണം. 4, ഭൗതികമായ നേട്ടവും പഠിച്ച വിവാഹത്തിലൂടെ തരിക. വാങ്ങിക്കും നിങ്ങൾക്കിടയിൽ വിവാഹങ്ങൾ നടത്തണം, ഇടപെടണം. നിങ്ങൾ ദരിദ്രരാണെങ്കിൽ പവിത്രത വിചാരിച്ച് വിവാഹം കഴിക്കുന്നവരെ അള്ളാഹു സഹായിക്കുന്നതാണ്. ജോലിയും അനുബന്ധങ്ങളൊക്കെ അപ്പള കിട്ടുക. ശരിയായ സംഭാഷണം നടക്കണം. വാപ്പാനിമാനും നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ടതില്ല. പക്ഷേ നമ്മുടെ കാഴ്ചപ്പാട് എന്താണെന്ന് കൃത്യമായി പറയണം. വരുന്ന ആളുകളോട് വിഷയങ്ങൾ ശരിയായി സംസാരിക്കണം. നിങ്ങൾക്ക് തോന്നുകയാണ് അവിടുത്തെ ഉമ്മയായി വരുന്ന അമ്മായിമ്മയായി വരുന്ന ആളോട് സംസാരിക്കണം. നിങ്ങൾക്ക് സംസാരിക്കാം, ഒരു തടസ്സവും മതപരമായിട്ടില്ല. നമ്മളെ രക്ഷിതാക്കൾ എതിരു നിൽക്കില്ല. മനസ്സിലുള്ളത് ശരിയായി തുറന്നു പറയാതെ അവരെ അങ്ങനെ വേദനക്ക് തള്ളിവിടരുത്, വേദനിപ്പിക്കരുതെന്ന് എനിക്ക് പറയുള്ളൂ. ചില കുട്ടികൾ പറയും, അത്രയ്ക്ക് ദീനുള്ള ഒരാളുടെ കൂടെ ഇത്രയ്ക്ക് ദീനുള്ള ഞാൻ ജീവിച്ച ശരിയാകൂ? വാപ്പാനിമാനൊക്കെ കണ്ടിട്ടായിരിക്കും വരുന്നത്. നമുക്ക് മരിക്കണം, ഒരു ദിവസം ശ്വാസം നിലക്കും. 90 വയസ്സുള്ള വല്യമ്മ വിറച്ച് വന്ന് നമ്മുടെ മയ്യത്തിന്റെ മുന്നിൽ ഒരുപക്ഷെ നിസ്കരിക്കും. അവിടെ വിവാഹത്തിൽ ഭർത്താവിന്റെ കൂടെ ജീവിക്കാനല്ല, ഖബറിൽ ശരിയായി ജീവിക്കാനാണ് നമ്മൾ ജീവിതത്തെ ശുദ്ധീകരിക്കേണ്ടത്. 6ാമത്തെ കാര്യം, ഒരു സംശുദ്ധ ജീവിതം നമുക്ക് ലഭിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് ഗുഹ്യാവയവത്തെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണിനെ അടക്കാനും ഏറ്റവും നല്ല വഴിയാണ് എന്നാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. സാമൂഹ്യ മാധ്യമങ്ങൾ നമുക്ക് ഇടപെടുന്ന 3ാമത്തെ ഒരു മേഖല വികലമായ ലൈംഗിക ധാരണകളാണ്. ഇന്ന് ലൈംഗികതയ്ക്ക് പുരുഷനും സ്ത്രീക്ക് സ്ത്രീയും വേണ്ട. 5-6 കൊല്ലം കഴിയുമ്പോൾ ഇതൊരു കോമൺ ഇഷ്യൂ ആകാൻ പോവുകയാണ് അല്ലേ. ഈ നമ്മുടെ ഒരു ജില്ലയുടെ അപ്പുറത്തുള്ള ഒരു ജില്ലയിലുണ്ടായിരുന്ന ഒരു സഹോദരി ഒരു 7 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ മകന്റെ ഒരു പ്രശ്നം പറഞ്ഞ് എപ്പോഴും വിളിക്കും. എന്താ വിഷയം? കല്യാണത്തിന് റെഡിയല്ല മൗലവി, അവന് 27 വയസ്സായി. അപ്പൊ ആ കുട്ടിയായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ, നമ്മൾ ഈ വിഷയത്തിലേക്കൊക്കെ വരുന്നതിന്റെ മുമ്പുള്ളൊരു കാലമാണ് കേട്ടോ. അവൻ പറഞ്ഞു, ഞാനൊരു ഗേ ആണ് മൗലവി, എനിക്കൊരു പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ലൈംഗിക സുഖമൊന്നും കിട്ടൂല, ഞാൻ അങ്ങനത്തെ ഒരു ജനറ്റിക്കൽ പ്രോബ്ലം ഉള്ള ആളാണ്.
ഞാൻ ആണുമായിട്ടേ എനിക്ക് പറ്റുള്ളൂ, ഞാൻ ആണുമായിട്ടുള്ള കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ്, വാപ്പാനോടും ഉമ്മാനോടൊന്നും പറയാൻ പറ്റൂല എന്നാണ്. നമ്മൾ പ്രണയത്തെക്കുറിച്ചായിരുന്നു പേടിച്ചതെങ്കിൽ ഇന്ന് പുതിയൊരു സ്ട്രാറ്റജിയിലേക്കാണ് എത്തുന്നത്. ചെറിയ കുട്ടികൾക്കിടയിൽ പോലും ഇങ്ങനത്തെ ചിന്തകൾ സോഷ്യൽ മീഡിയ എത്തിച്ചിട്ടുണ്ട്. നിലമ്പൂരിലൊരു പരിപാടി, ആ പരിപാടിയുടെ ആംഗിൾ എനിക്കറിയണതുകൊണ്ട് ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ശരിക്ക് കേൾപ്പിക്കണം. അതിൻ്റെ ഗുണമുണ്ടായി. കുറഞ്ഞ ദിവസം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അവനിങ്ങനെ കയ്യിൽ എന്തോ ഒരു അക്ഷരം എഴുതി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ചോദിച്ചത്, നിൻ്റെ ഗേൾ ഫ്രണ്ടാണോ? പോടാ എന്ന് പറഞ്ഞവൻ. അപ്പോൾ ഉടനെ ഈ കുട്ടിൻ്റെ ചോദ്യം, അപ്പോൾ നീ ഗേ ആണോ എന്നാണ്. ഇവൻ ഈ ഗേ എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പോൾ അവൻ പറഞ്ഞു, ഉമ്മാനോട് പറയാം, ബാസിൽ സിബിനെ കുറിച്ച്. ബാസിൽ കാക്ക പറഞ്ഞാൽ ശരിയാണ്, എൻ്റെ ഫ്രണ്ട് എന്നോട് ചോദിച്ചത്, ഞെട്ടിപ്പോയി ഞാൻ. അപ്പം അഡ്വാൻസ് ചെയ്ത് കുട്ടികൾക്ക് വിവരങ്ങളും ധാരണകളും കൊടുത്തില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. മറ്റൊന്ന്, നമ്മൾ ഇതിന് വിധേയമാകുന്നുണ്ടോ, സ്ക്രീൻ കാഴ്ചകൾക്ക് വിധേയമാകുന്നുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഞാൻ പറയാം. ശരിയായ ഉത്തരം എന്താ? നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. സൗന്ദര്യബോധത്തിൻ്റെ, അമിത സൗന്ദര്യബോധത്തിൻ്റെ അടിമകളാണ് ഇന്ന് ആണും പെണ്ണൊക്കെ. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കാതെ മുഖമൊന്ന് പിന്നെ പ്രത്യേക രീതിയിൽ ഏറ്റവും മിനിമം ലെവലിലെങ്കിലും കൈകാര്യം ചെയ്യപ്പെടാതെ പുറത്തിറങ്ങാൻ ധൈര്യമല്ല. ഉമ്മമാർക്ക് ധൈര്യമല്ല. ആദ്യം ഉമ്മമാർക്ക് ധൈര്യമല്ല. ആ മഫ്തേക്കൊന്ന് വേറെ കോലത്തിൽ ഒന്ന് കൂർപ്പിച്ച് കെട്ടി സെറ്റാക്കാതെ പുറത്തിറങ്ങാൻ ധൈര്യമല്ല. മരണ വീട്ടിലേക്കും കല്യാണ വീട്ടിലേക്കും രണ്ട് രീതിയിൽ പോകും. ഫ്രണ്ടിന്റെ കല്യാണാണെങ്കിൽ മൂന്നാമത്തെ ഒരു രീതിയായിരിക്കും. ഇതെവിടുന്ന് കിട്ടുന്നതാ? ഇത് മുഴുവൻ സെറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയാണ്. പ്രയോറിറ്റികൾ മാറി മറിയുകയാണ്, അല്ലേ? നോക്കൂ നിങ്ങൾ, കോസ്മെറ്റിക് സർജറികൾ ലോകത്ത് ആദ്യ 10 ഏറ്റവും കൂടുതൽ നടക്കുന്ന ആദ്യ 10 രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യം മാറിയിരിക്കുകയാണ്. $15.6 മില്യൺ കോസ്മെറ്റിക് സർജറിയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ 2020 കണക്കാണ് ഞാൻ വായിക്കുന്നതുണ്ടായത്. എന്താ അത്? കോസ്മെറ്റിക് സർജറി പൊന്തിയ പല്ല് താഴത്തേക്ക് താത്തലല്ല, മുഖത്തിന്റെ ഷേപ്പ് മാറ്റുക. BTS ആണ് കുട്ടികൾ വാച്ച് ചെയ്യണത്. കുട്ടികൾ BTS വാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് പോലും അറിയാത്തവരായിരിക്കും മഹാഭൂരിപക്ഷം വരെ രക്ഷിതാക്കള്. തൃശ്ശൂരിൽ നടന്ന പ്രോഫ്കോണിൽ എനിക്കൊരു സെഷൻ ഉണ്ടായിരുന്നു. ആ സെഷന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ആദ്യമായിട്ട് BTS എന്നുള്ള സാധനം ഞാൻ കാണുന്നത്. ഞാൻ ചില സദസ്സുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട് ഞെട്ടിപ്പോയി. കാരണം ഇതിൻ്റെ കമൻസ് മുഴുവൻ വ്യത്യസ്ത ഭാഷകളിലാണ്. എല്ലാ ഭാഷയും നമുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാൻ പറ്റുമല്ലോ. വായിച്ചു നോക്കുമ്പോൾ ഭയങ്കര ഞെട്ടിക്കുന്ന സാധനങ്ങളാണ് ഉള്ളത്. ഒരു കമൻറ്റ് ഇതാണ്: BTS ആർമിയിൽപ്പെട്ട 7 ആളുണ്ട്. കൊറിയൻ ഇതാണ് സംഭവം, ഡാൻസിങ് ഗ്രൂപ്പാണ് ഇവർ. ഈ ആളുകളിൽപ്പെട്ട ഒരാൾ എൻ്റെ റൂമിൽ വന്ന് എന്നെ ശാരീരികമായി ഉപയോഗിക്കുന്നത് ഞാനൊരു ഡ്രീമായി, സ്വപ്നമായി കാണുകയാണെന്നാണ്. അപ്പോൾ ഇതൊരു ഒരൊറ്റപ്പെട്ട കമൻ്റ് ആയിരിക്കും ഞാൻ വിചാരിച്ചു. ചെക്ക് ചെയ്യുമ്പോൾ ഇതൊരു ടോട്ടൽ ഒരു സംഭവമാണ്. പിന്നെ പഠിച്ചു വരുമ്പോൾ ഇതിൻ്റെ പേരിൽ ഒരുപാട് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. കുട്ടികളുടെ സൗന്ദര്യ സങ്കല്പം ആകെ മാറുകയാണ്. മുഖത്തൊരു പുള്ളിയുള്ള ആളെ പറ്റൂല, മുഖത്തൊരു പുള്ളിയുള്ള ആളെ പറ്റൂല. എന്താ? അത്രയും അവരുടെ മുഖം അത്രയും ഷാർപ്പാണ്. അത്രയും കോസ്മെറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. കൊറിയൻ ഡ്രാമ വാച്ച് ചെയ്യാണ്, കൊറിയൻ ഡ്രാമകൾ വാച്ച് ചെയ്യാണ്. മാതാപിതാക്കൾ അറിയുന്ന പോലുമില്ല. മാതാപിതാക്കൾക്ക് തന്നെ ഒന്ന് ചുണ്ടു ചുമപ്പിക്കാതെ സ്വന്തം കുട്ടിയോ പേരക്കുട്ടിയോ മരുമോളോ ഇറങ്ങുമ്പോൾ അസ്വസ്ഥതയാണ്. ഞാനിത് പറയുമ്പോൾ ചില ആളുകൾക്ക് കറക്റ്റ് കൊള്ളും. നിങ്ങളോടാണോ പറഞ്ഞത്? അതെ, നിങ്ങളോടാണ് പറഞ്ഞത്. എനിക്ക് ഇന്ന് കിട്ടിയ മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ, ഇവിടുത്തെ വിഷയാവതരണത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ അവരുണ്ടാകുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്കറിയോ സുഹൃത്തുക്കളെ, ഇത് ഏറ്റവും വലിയ അടിമത്തത്തിലേക്കാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത്. ഒരു പുരുഷനെയും പറ്റൂല. മാത്രല്ല, ഇത് അവസാനം എവിടേക്ക് എത്താറിയോ? BTS വാച്ച് ചെയ്യുന്ന ആളുകൾ എത്തുന്നത് പിന്നെ അവരുടെ സെക്സിന്റെ കാഴ്ചപ്പാട് മാറുകയാണ്. അവരുടെ സെക്സ് ആണും തമ്മിലുള്ള, പെണ്ണും തമ്മിലുള്ള സെക്സിലേക്ക് എത്തുക. ഇത് ഞാൻ വെറുതെ പറയണല്ല. മലയാള മനോരമ പോലും ഇതിൽ ആർട്ടിക്കിളുകൾ പുറത്തു വിട്ടിട്ടുണ്ട്, ഇതിലെ സംഗതികൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഒരു കുട്ടി നാട് വിട്ട കുട്ടിയെ അവസാനം ഒരു ഹോട്ടലിൽ നിന്ന് പിടിച്ചപ്പോ മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ആ കുട്ടിയെ പോലീസ് ഇരുത്തി വിസ്തരിച്ചപ്പോൾ പറഞ്ഞെന്താരോ, എനിക്ക് കൊറിയയിലേക്ക് പോകണം, അതിനുള്ള ടിക്കറ്റിന്റെ പൈസ ഉണ്ടാക്കുകയാണ് ഞാനെന്നാണ്. ഒരു കുട്ടി മതം പഠിക്കുന്ന, ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പാരന്റ് ആ കുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ പറഞ്ഞത്, മൗലവി അവൾ കൊറിയൻ ഭാഷ അടക്കം പഠിക്കേണ്ടതാണ്, നല്ല കുട്ടിയാണ് ഒരുപാട്. ഞാൻ അവളോടൊന്ന് വിളിക്കാൻ വേണ്ടി പറയാറുണ്ട്. എനിക്ക് ഈ സാധനം മനസ്സിലുള്ളതുകൊണ്ട് ചോദിച്ചപ്പോൾ ഭയങ്കര കറക്റ്റാണ്. കൊറിയൻ ഡ്രാമ വാച്ച് ചെയ്യുന്നുണ്ട്. ആ കൊറിയൻ ഡ്രാമ വാച്ച് ചെയ്യണത് ശരിക്കും മനസ്സിലാകാനാണ് മതകലാലയത്തിൽ പഠിക്കണ ഈ കുട്ടി കൊറിയൻ ഭാഷ പഠിക്കണത്.
കേട്ടോ. ഇത് പറഞ്ഞാൽ ചിലപ്പോൾ വ്യക്തതകൾ വന്നു എന്നുള്ളതുകൊണ്ടാ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഈ വിഷയം പറയുന്നത്. നോക്കൂ നിങ്ങൾ, ലോകത്ത് കൃത്യമായി കണക്ക് പറഞ്ഞാൽ $17 ബില്യൺ ലോകരാജ്യങ്ങൾ മൊത്തം എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിൽ ചെലവഴിക്കുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ മുതൽക്ക് ശമ്പളം വരെയുള്ളതിൽ ചെലവഴിക്കുന്നത്. എങ്കിൽ $500 ബില്യൺ വിറ്റുവരവാണ്. 5 എഴുതിയിട്ട് 11 പൂജ്യം വായിച്ചോളി. അതിനെ 2000 രൂപയുടെ കറൻസി ആക്കിയ എത്ര കണ്ടെയ്നറിൽ കയറ്റാണ്ടാവും ആലോചിച്ചോളി. അത്രയും വലിയ അടിമത്തത്തിലേക്കാ പോണേ. വാപ്പിയും ഇതൊന്നും അറിയണില്ല. പോയിട്ട് അവർ ചോദിക്കുന്ന ഡ്രസ്സ് എടുത്തു കൊടുക്കുകയാണ്. ഡ്രസ്സിന്റെ ഷേപ്പ്, ഡ്രസ്സിന്റെ സംഗതി എല്ലാം കാതിലിടുന്നത് ഓരോന്നും ഈ കൺസെപ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ മാറി മറിയുന്നത്. ഞാൻ കുട്ടികളോട് പറയുന്നു, നമ്മൾ പലപ്പോഴും അടിമകളായി മാറുകയാണ്. ഇതിലെ രസകരമായ കാര്യം, ഇതിന്റെ സമയത്ത്, കോവിഡിന്റെ സമയത്ത് വലിയ രീതിയിലുള്ള ഇടിവുണ്ടായി. 20% മുതൽ 30% വരെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ കച്ചവടം താഴോട്ടിടിഞ്ഞു വീണു. അതിന്റെ കാരണം എന്താ അറിയോ? മാസ്ക് ധരിച്ചു എന്നുള്ളത് മാത്ര. മാസ്ക് ധരിച്ചപ്പോ മുഖം മെയിൻറ്റെയിൻ ചെയ്യുന്ന കോസ്മെറ്റിക്സ് കുറഞ്ഞു പോയപ്പോ വലിയ ഇടിവുണ്ടായി. വെറുതെയാണോ പിന്നെ ഹിജാബിനെതിരെ അറ്റാക്ക് വരുന്നത്? ഒരു പെണ്ണ് ഹിജാബ് മുഴുവൻ ഇട്ടാ പിന്നെ കോസ്മെറ്റിക്സ് വേണ്ടി വരില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ പർദയോട് വലിയ വിമ്മിഷ്ടം സൃഷ്ടിക്കുന്നത്. പർദ ഇഷ്ടപൂർവം ഇടുന്ന ആളുകൾ ഇല്ലാത്തതിന്റെ കാരണം പർദക്കെതിരിൽ ബില്യൺ കണക്കിന് ഡോളേഴ്സിന്റെ അറ്റാക്കാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഞാൻ ഈ വിഷയം ഒരു ഉദാഹരണത്തിലൂടെ കൊണ്ടുവരാം. ഇവിടെ ഒരു യൂറോപ്യൻ രീതിയിലുള്ള വസ്ത്രം ധരിച്ചൊരു സ്ത്രീ നിൽക്കുന്നു, ഇവിടെ സാരി ഉടുത്തൊരു സ്ത്രീ നിൽക്കുന്നു, ഇവിടെ ചുരിദാറിട്ടൊരു സ്ത്രീ നിൽക്കുന്നു, ഇവിടെ ഒപ്പിച്ച പർദ്ദട്ടൊരു സ്ത്രീ നിൽക്കുന്നു, ഇവിടെ ഏകദേശം ക്രമീകരിക്കപ്പെട്ട ഇസ്ലാമിന്റെ നിയമം പാലിച്ച പർദ്ദട്ടൊരു സ്ത്രീ നിൽക്കുന്നു, ഇവിടെ നിക്കാബിട്ടോ ഹിജാബ് പൂർണ്ണമായും 8 നിബന്ധനകളോടുകൂടെ ധരിച്ച ഒരു സ്ത്രീ നിൽക്കുന്നു. ഇനി അവിടുന്ന് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞോക്കാണി. ഈ യൂറോപ്യൻ മോഡൽ വസ്ത്രം ധരിച്ച സ്ത്രീക്ക് ഈ സാരി ധരിച്ച സ്ത്രീന്റെ വസ്ത്രം തന്നെ ഭയങ്കര ഏറെക്കാരം. സാരി ധരിച്ച സ്ത്രീ അവർക്ക് ഈ ചുരിദാറുകാരിയോട് ഭയങ്കര പ്രശ്നമായിരിക്കും. ഈ ചുരിദാറിട്ട പെണ്ണിന് ആ മറ്റേ ഷൈപ്പൊക്കെ ഉള്ള പർദ്ദല്ലേ, പുള്ളിയും കുത്തും ഒരുപാട് മണി മുത്തൊക്കെ ഇട്ടിട്ടുള്ള ഡെക്കറേറ്റഡ് സാധനം, അതിട്ട ആളുടെ വിഷയത്തിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ഈ ഡെക്കറേറ്റഡ് പർദ്ദട്ട സ്ത്രീക്ക് ഏകദേശം നിയമം പാലിച്ച സ്ത്രീയുടെ പർദ്ദയോട് വിയോജിപ്പായിരിക്കും. ഈ 8 നിയമങ്ങളിൽ ഏകദേശം ഒരു 7-8 നിയമങ്ങളും പാലിച്ചിട്ട ആൾക്ക് നിക്കാബിനോട് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പൊ ഇതൊക്കെ എവിടുന്നാ വരുന്നത്? ഓരോരുത്തരും എത്രത്തോളം സോഷ്യൽ മീഡിയന്റെ അറ്റാക്കിന് വിധേയമായിട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഇതുണ്ടാകുക, സഹോദരന്മാരെ, സഹോദരികളെ. അതുകൊണ്ട് ഞാൻ ഇതിന്റെ ബാക്കി മേഖലകൾ വിട്ട് എൻ്റെ സംസാരത്തിന്റെ ഏറ്റവും അവസാന പോയിന്റുകളിലേക്ക് വരികയാണ്. കുടുംബ ബജറ്റിനെ ഇത് ബാധിച്ചിരിക്കുന്നു. പർച്ചേസാണ്, ഇപ്പോൾ എന്തും പർച്ചേസാണ്. നേരെ വാങ്ങുക. പണ്ടൊരു കോയിന് കിട്ടണമെങ്കിൽ ഓട്ടി പിടിക്കേണ്ടിയിരുന്നു അല്ലേ? പിന്നീട് അത് കോഴിക്കടയിൽ നിന്ന് പോയി വാങ്ങണ ഒരു സംസ്കാരത്തേക്ക് എത്തി. പിന്നെ വിളിച്ചു പറയുന്ന സംസ്കാരത്തേക്ക് എത്തി. ഇപ്പൊ വേവിച്ചതിന് വരലാണ്. നമ്മളെ ബജറ്റിനെ കാര്യമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കച്ചവടം ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും പറ്റൂല, വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഇതിലാണ് കാണുകയാണ് ₹1 ലാഭം, ₹1 സംഭവം അല്ലേ? ഇങ്ങനെ പറയുമ്പോൾ പൈസ എങ്ങനെ ഉണ്ടാക്കാം, ഭയങ്കര മോട്ടിവേഷൻ സ്പീച്ചുകൾ കേട്ടിട്ട് തലയിൽ കയറിയിട്ട് ഒരു ജോലി ഒറ്റക്കൂല. ഒരുത്ത ഉള്ളിക്കച്ചവടം നടത്തുക. അപ്പൊ ഉള്ളിക്കച്ചവടം നടത്തണവൻ്റെ അടുത്ത് നമ്മുടെ ഒരു പ്രവർത്തകൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിലൊരു പിന്നെ ഇതിന്റെ വണ്ടി, ഈ നെല്ലിക്ക വെക്കണ വണ്ടി പോവുകയാണ്. അപ്പോൾ ഉടനെ പറഞ്ഞു, നാളെ ഇത് നെല്ലിക്കന്റെ കച്ചവടം തുടങ്ങരുത് കേട്ടോ. കാരണം ഒന്നിലും നിൽക്കൂല, നിന്ന് കച്ചവടം ചെയ്യൂല. തൊള്ളി കൊള്ളാത്ത എമൗണ്ടിന്റെ സംഗതിയാണ്. കടം വെറും 2 ദീനാറ് കടമുള്ള മയ്യത്ത് പ്രവാചകന്റെ പള്ളിയിൽ വന്നപ്പോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജനാസക്ക് നേതൃത്വം കൊടുത്തില്ല. തന്റെ ആത്മമിത്രത്തിന്റെ ജനാസക്ക് പ്രവാചകൻ നേതൃത്വം കൊടുക്കാതിരുന്നപ്പോ പറഞ്ഞു, നബിയെ ഞാൻ ഏറ്റപ്പോ പ്രവാചകൻ കയറി നിന്നു. അടുത്ത ദിവസം രാവിലെ പള്ളിയിൽ വന്നപ്പോൾ പ്രവാചകൻ ചോദിച്ചു, നീ കൊടുത്തു വീട്ടിയോ? ഉടനെ ആ മനുഷ്യൻ, നബിയെ ഇന്നലെ വൈകുന്നേരമല്ലേ ഉണ്ടായത്, ഞാൻ കൊടുത്തു വീട്ടിക്കോളാം. ആ പകലും കഴിഞ്ഞ് അടുത്ത പ്രഭാതത്തെത്തിയപ്പോൾ പ്രവാചകൻ പിന്നെയും ചോദിച്ചു, 2 ദിനാർ നീ കൊടുത്തു വീട്ടിയോ? അതെ, ഞാൻ കൊടുത്തു വീട്ടി. ഇപ്പോഴാണ് ആ മയ്യത്തിന്റെ ശരീരം നീ സംരക്ഷിച്ചത് എന്നാണ്. ഇന്ന് നടക്കണതോ ഒരു പഠനമില്ലാത്ത കച്ചവടങ്ങളിലേക്ക് പോവുകയാണ്. ഭാര്യമാര് വലിയ ഭാരങ്ങൾ ഏൽപ്പിക്കുകയാണ് അല്ലേ? വിവാഹങ്ങൾ ദൂർത്തിലേക്ക് പോവുകയാണ്. നമ്മൾ സലഫികളാണെങ്കിൽ സലഫിയത്ത് അഖീദയിൽ മാത്രം കണ്ടാൽ പോരാ, ജിന്നും സിഹറും പിശാചിലും മാത്രം കണ്ടാൽ പോരാ. നമ്മുടെ ബെഡ്റൂമിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ വേഷത്തിൽ, നമ്മുടെ രീതികളിൽ ഒക്കെ കാണണം സലഫിയത്ത്.
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അനസ് ഇബ്നു മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, പ്രവാചകന്റെ വീട്ടിൽ ഞാൻ 9 വർഷം ജീവിച്ചു. 9 വർഷത്തിൽ ഒരിക്കൽ പോലും എന്നോട് എന്താ അനസേ എങ്ങനെ, എന്തിനാ അനസേ എങ്ങനെ, എന്ത് അനസേ എങ്ങനെ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടില്ല എന്നാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിലെ ടോണ് മാറിയാൽ, അമ്മായിമ്മ മരുമോളോടുള്ള ടോണ് മാറിയാൽ, ഭർത്താവ് ഭാര്യയോടുള്ള ടോണ് മാറിയാൽ, ആ ടോണിന് ഒരു സ്നേഹത്തിന്റെ പരിസരം കൊടുത്താൽ നമ്മുടെ വീടുകൾ സന്തോഷത്തിന്റെ ആർഭാട കേന്ദ്രങ്ങളാകും. എല്ലാവർക്കും ആക്ഷേപസ്വരം മാത്രമേ അറിയുകയുള്ളൂ, ആശ്വാസവാക്കുകൾ അറിയില്ല. ഖതീബ് മിമ്പറിലേക്ക് കയറാനിരിക്കുന്നതിന്റെ മുമ്പ് സമ്പന്നനായ ഒരു മനുഷ്യൻ ഖതീബിന്റെ അടുത്ത് വരികയാണ്. മൗലവി, എന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ, എന്നാൽ എന്നും കരഞ്ഞിരിക്കണ ഭാര്യനെയാണ് ഞാൻ വീട്ടിൽ കാണാറുള്ളത്. എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും അങ്ങനെ കുത്തിപ്പറയും, ഓരോന്നിനും കുത്തിപ്പറയും. അത് അവരുടെ ഒരു ശൈലിയാണ്. അവരവരുടെ മക്കളോടൊക്കെ അങ്ങനെ പറയല്. പക്ഷേ അന്യ വീട്ടിൽ നിന്ന് വന്നൊരു പെണ്ണിന് ഇത് ഉൾക്കൊള്ളുന്നിടത്ത് വലിയ കാര്യമുണ്ട്. പിന്നെ അവളുടെ വീട്ടിൽ അവൾ വളർത്തപ്പെട്ടത് ഇങ്ങനെയൊക്കെയാണ് മൗലവി. അതുകൊണ്ട് എൻ്റെ ഉമ്മ ഇന്ന് പള്ളിയിലുണ്ട്, നിങ്ങളെ വിഷയം എന്താണെന്നൊന്നും അറിയില്ല, എൻ്റെ ഉമ്മാക്ക് വേണ്ടി 2 വാക്ക് പറയണം. 2ാം ഖുത്ബയിൽ ഖതീബ് ഒറ്റ കാര്യം മാത്രം പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞ് കളിപ്രായത്തിൽ ഓടിക്കളിച്ച് നടക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായ സന്തോഷല്ലേ, ആ സന്തോഷമാണ് അവനും അവന്റെ ഭാര്യയും അവരുടെ റൂമിലിരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ടത്. അവരുടെ റൂമിലിരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ടത്, അവര് ഒരു യാത്രക്കൊരുങ്ങുമ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ടത്. അയൽപ്പക്കത്തെ ആ കുട്ടിയെ പോലെ കുടുംബ കോടതി കയറേണ്ട വിധി എൻ്റെ മോനുണ്ടായില്ലല്ലോ, അൽഹംദുലില്ലാ. എൻ്റെ മോന് സങ്കടപ്പെടുന്നില്ലല്ലോ, അൽഹംദുലില്ലാ എന്ന് നിങ്ങൾ ആശ്വസിക്കണം. അവനൊരു ശനിയാഴ്ച വീട്ടിലുണ്ടാകുമ്പോ, കുട്ടികളൊക്കെ മദ്രസ പോയതിന്റെ ശേഷം അവള് അപ്പം ചുട്ടുകൊണ്ടിരിക്കുമ്പോ അപ്പം പാരുന്ന ആ കയ്യിൽ ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഉമ്മാന്റെ കുട്ടി നേരെ അവന്റെ അടുത്തേക്ക് ചെല്ല്, അവനുള്ളൊരു ദിവസമല്ലേ, എന്താ അപ്പം അത്രയൊക്കെ ചുട്ടാ മതി എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പോ നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾ മരിക്കുമ്പോഴുള്ള സങ്കടത്തിലേറെ നിറക്കണ്ണുകളോടുകൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മരുമകൾ നിങ്ങൾക്കുണ്ടാകുന്നു മാത്രമേ ഖതീബ് പറഞ്ഞിട്ടുള്ളൂ. വയസ്സായ ഒരു സ്ത്രീ ഖുത്ബ കഴിഞ്ഞ് മൗലവിനെ കാണണമെന്ന് പറഞ്ഞു. മൗലവി, ഞാൻ അങ്ങനത്തെ ഒരാളല്ല, എന്നാ എൻ്റെ മോള് മിക്കവാറും ഒരുപാട് അവിടെ കിടന്ന് കരയുന്നുണ്ടാകും അല്ലേ, നമ്മള് ഇബാദത്ത് ഒരുപാട് എടുക്കുന്നുണ്ടാകും, സൽക്കർമ്മം ഒരുപാട് ചെയ്യുന്നുണ്ടാകും, പക്ഷേ ഒക്കെ ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന് ഗൗരവപൂർവ്വം കാണണം. എന്നാൽ തിരിച്ചു മരുമക്കൾ ആലോചിക്കേണ്ട ഒരു പ്രധാന മേഖലയുണ്ട്. അതെന്താണ്? വയസ്സാകുമ്പോ നമ്മൾ ഇതിലേറെ മോശമായിരിക്കും. ശരീരത്തിലെ വ്യത്യസ്തമായ രോഗങ്ങൾ വരുമ്പോ, പ്രയാസങ്ങളിലേക്ക് പോകുമ്പോ, ഓർമ്മകൾ മാഞ്ഞു തുടങ്ങുമ്പോ, സങ്കല്പങ്ങൾ മാറി മാറി വരുമ്പോ അതൊക്കെ ക്ഷമിക്കാനും സ്വബറാക്കാനും നമുക്ക് പറ്റണം. മയ്യത്തുകൾ വീട്ടിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, അധികം ബഹളമുണ്ടാക്കാത്തൊരു ആംബുലൻസ് വീട്ടിലേക്ക് പതിയെ വരുമ്പോൾ ആ ആംബുലൻസിൽ നിന്ന് ഒരു ഫ്രീസർ പുറത്തേക്ക് എടുത്തു വെക്കും. ആ ഫ്രീസറിൽ നമ്മുടെ ഭർത്താവിന്റെ, നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ ഉപ്പയുടെ, നമ്മുടെ മകന്റെ ഒക്കെ ബോഡിയായിരിക്കും. അതിൽ ചുടുചുംബനം കൊടുത്ത് ആരുടെയോ തോളിലേക്ക് മറിഞ്ഞു വീണ് ആൾക്കൂട്ടം പതിയെ റൂമിലേക്ക് കൊണ്ടായാക്കുമ്പോൾ വിധവ എന്ന് വിളിക്കുന്നൊരു നേരം വരാനുണ്ട്, വിഭാര്യൻ എന്ന് വിളിക്കുന്നൊരു നേരം വരാനുണ്ട്. അവിടെ ഭാര്യയില്ലാത്ത റൂമിൽ അവൾ കിടന്ന തലയിണയുടെ ഇപ്പുറത്ത് മുഖം പൊത്തി കരയുന്ന കുഞ്ഞിനെ ആട്ടി ഉറക്കി ഞെട്ടിയുണരുന്ന ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ അവളില്ലാത്ത റൂമിൽ അവളുടെ സാന്നിധ്യം ബോധ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് വിശ്വാസ മേഖലയിൽ എല്ലാം സൂക്ഷിച്ചുകൊണ്ട് ബോധ്യത്തോടെ സംശുദ്ധിയോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. സംശുദ്ധമായ ജീവിതം നയിച്ചിട്ടില്ലെങ്കിൽ, സ്വകാര്യ ജീവിതത്തിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ നഷ്ടം. ഒരു പണ്ഡിതനോട് പറഞ്ഞു, എനിക്ക് രാത്രി നിസ്കരിക്കാൻ പറ്റണില്ല, ഉണരാൻ പറ്റണില്ല, ഉണർന്നാൽ തന്നെ ഒതൊക്കെ എടുത്ത് ഇങ്ങനെ വരുമ്പോഴത്തിന് നിസ്കാരത്തിന്റെ സമയം തെറ്റിപ്പോവുകയാണ്. കയ്യത്തക്ക ദുനൂബക്, നിന്റെ പാപമാണ് നിനക്ക് വിലക്കേർപ്പെടുത്തുന്നത്. ജീവിതത്തിൽ പാപമുണ്ടാകുമ്പോ നന്മയുടെ അവസരമാണ് പോവുക, അള്ളാഹുവുമായുള്ള സംഭാഷണത്തിന്റെ ഹലാവത്താണ് പോവുക. വേസ്റ്റുകൾ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ട് അള്ളാഹുവുമായുള്ള ഹലാവത്ത് നഷ്ടപ്പെടുത്തുന്ന ദുരന്തം ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ വലിയ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നവരാണ്. ആ ദൗത്യങ്ങൾക്ക് ശക്തി പകരാൻ നമുക്ക് സാധിക്കണം. ഓരോന്നും ശരിയാവിധം നിർവഹിക്കണം. കുടുംബം സന്തോഷാകണമെങ്കിൽ ബാലവേദി പ്രായത്തിലുള്ള കുട്ടികളുടെ ടീമിലേക്ക് നിബന്ധനകളില്ലാതെ കുട്ടികളെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹൈസ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളെ ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ അവരുടെ രോഗചികിത്സ കൈകാര്യം ചെയ്യുന്നതിലേറെ, കിഡ്നി പോയ മോന്റെ കേസ് കൈകാര്യം ചെയ്യുന്നതിലേറെ ഗൗരവത്തിൽ നിങ്ങളുടെ പ്രദേശത്ത് സ്റ്റുഡൻസിന്റെ ടീമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഭർത്താവ്, മകൻ യുവജന ഘടകത്തിന്റെ ഭാഗമാണെന്ന് ഉറപ്പുവരുത്തണം. ഭാര്യ ഈ സംവിധാനത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കാരണം ഓരോ യോഗങ്ങളും അപ്ഡേഷനുകളാണ്.
തിരുത്തലുകളാണ്, ബോധ്യപ്പെടുത്തലുകളാണ്. ഈ സംസാരങ്ങളൊന്നും ഇങ്ങനത്തെ സദസ്സിൽ മാത്രമല്ല നടക്കുന്നത്. 6 ആളുള്ള സെക്രട്ടേറിയറ്റ് മുതൽക്ക് കൗൺസിൽ വരെയും യോഗങ്ങളിലും പരിപാടികളിലുമൊക്കെ സംശുദ്ധ ജീവിതത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തലുകളാണ് നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. ഞാൻ ഇന്ന് ഇവിടെ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ആദരണീയനായ ഹാരിസ് മൗലവിക്ക് വേണ്ടി രോഗം മാറാൻ മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, പഴയതിലേറെ സജീവമായി നിബന്ധനകളില്ലാതെ പ്രബോധന രംഗത്ത് ഓടിപ്പാഞ്ഞ് മഹാദൗത്യങ്ങളെ ഇനിയും ഒരുപാട് ആണ്ടുകൾ ഏറ്റെടുക്കാനുള്ള മഹാഭാഗ്യം അദ്ദേഹത്തിനും നമുക്കും നമ്മുടെ പണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.